ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ താൽപര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നതായ തരത്തിൽ പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരികയുണ്ടായി. ബ്രഹ്മോസ് വാങ്ങുന്നതിന് സൗദി അറേബ്യയും സിംഗപ്പൂരും അടക്കം നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നത്. ബ്രഹ്മോസ് വാങ്ങുന്നതിനായി നിലവിൽ ഇപ്പോൾ ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള രാജ്യം എന്നത് ഫിലിപ്പൈൻസ് ആണ്. ബ്രഹ്മോസിന് വേണ്ടി ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ, തായ്ലൻഡ്, ബ്രസീൽ, സിംഗപ്പൂർ, ബ്രൂണൈ, ചിലി, അർജന്റീന, വെനസ്വേല, ഈജിപ്ത്, സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, ദക്ഷിണാഫ്രിക്ക, ബൾഗേറിയ എന്നിങ്ങനെ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. 2022 $375 മില്യൺ കരാർ കൂടിയാണ് ഇന്ത്യയുമായി ഫിലിപ്പൈൻസ് ഒപ്പുവെച്ചിരുന്നത്. ഇതിനെ തുടർന്ന് 2024 ഏപ്രിൽ ആദ്യഘട്ട മിസൈലുകൾ കൈമാറുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത C-70 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലായിരുന്നു ഫിലിപ്പൈൻസ് മറൈൻ കോർപ്സിന്, അതായത് ഫിലിപ്പൈൻസ് നാവികസേന കൈമാറാനുള്ള മിസൈലുകൾ കൂടുതലും അയച്ചിരുന്നത്. ഇന്ത്യയുടെ സമീപകാലത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം വലിയ നേട്ടങ്ങളാണെന്ന് കൂടി പറയുവാൻ കഴിയും. പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയും കൃത്യമായ ആസൂത്രണം, അളന്നു മുറിച്ചുള്ള ആക്രമണ ശൈലിക്കുമൊപ്പം തദ്ദേശീയ പ്രതിരോധ ആയുധങ്ങളും പ്രധാന പങ്കുവഹിക്കുകയുണ്ടായി. മാത്രമല്ല, ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കരുത്തിൽ ലോകരാജ്യങ്ങൾ തിരിച്ചറിയാൻ ഓപ്പറേഷൻ സിന്ദൂർ കാരണമായെന്ന വിലയിരുത്തലും ഇപ്പോൾ കാര്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള ഒന്നുകൂടിയാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്നത്. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെയും റഷ്യൻ ഫെഡറേഷൻ NPO മെഷിനോസ്ട്രോയേനയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ലോകത്തിൽ തന്നെ ഏറ്റവും വിജയകരമായ മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നായിട്ട് കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത്.